ഹലോ, നമുക്കിന്ന് ആവോലി മുളക് ഇട്ട് വെച്ചാലോ. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ വേപ്പില, തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളി. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കടുകും ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ അതും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി അടിച്ചു വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് തന്നെ വരെ വേവിക്കാം കേട്ടോ. എണ്ണ തെളിഞ്ഞ് കാണുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മുടെ പുളിയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും വേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അത് സ്റ്റൗ ഓഫ് ചെയ്ത് ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് നമ്മുടെ മൂടിയൊന്ന് തുറന്ന് നോക്കുമ്പോഴല്ലോ, ആഹാ, അതിൻ്റെ കളറ് കണ്ടോ. കളറ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ. പിറ്റേ ദിവസം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലും സൂപ്പറായിരിക്കും. കുറേ നാളെ ആവൂല് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത് കേട്ടോ. എൻ്റെ കെട്ടിയോൻ ഉണ്ടാക്കിയോണ്ട് പറയാമല്ലോ കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. മീനൊക്കെ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനൊരു മീൻ വറുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വറുത്തതും കറി വെച്ചതും കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.